എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിക്കറാഗുവെ എന്ന രാജ്യത്താണ്. നിക്കറാഗുവെ എന്ന രാജ്യത്തെ പാസ്റ്റർ ജാവീദിന്റെ വീടാണ്. പാസ്റ്റർ ജാവീദ്, അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹത്തിന്റെ മോൻ ഗബ്രിയേൽ, കാലബ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ ഈ വീട്ടില് ഒരാഴ്ച ഉണ്ടാകും. ഇവിടുത്തെ ഈ രാജ്യത്തൊരു പാസ്റ്ററാണ്. അവരുടെ കൊച്ചി ചെറിയ വീടാണ്. ഞാനിനി ഇവരുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കുക, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ബെഡ്റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്ന ബെഡ്റൂം. ഈ മുറിക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ഭാഗ്യം കൊണ്ടൊരു കൊതുകുവലയുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊതുകുത്താതെ രാത്രി കിടന്നുറങ്ങാം. ഇങ്ങനൊരു കൊതുകുവല ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഈ വീടിന്റെ ബെഡ്റൂം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരാഴ്ച ഈ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളെ വെട്ടിയൊക്കെ ഇതാണ്. ഇനി ഇതാണ് ഇവരുടെ ബെഡ്റൂം. രണ്ട് ചെറിയ ബെഡ്റൂം. ഇത് പാസ്റ്ററുടെ വൈഫ്. ഇതാണ് ഇങ്ങനെ ഇവിടെ കിച്ചൺ കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ കിച്ചൺ. ഒരു വലിയ പാടാണ് ഇതിനകത്ത് കയറാനും ഇറങ്ങാനൊക്കെ. ഇങ്ങനെ ഇരിക്കും ഇവരുടെ കിച്ചൺ. ഇവിടെയാണ് ഇവരുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ചെറിയൊരു ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. നോക്കുക, വെട്ടമൊന്നുമില്ല ഇതിനകത്ത്, വലിയ വെട്ടം വിളിച്ചൊന്നുമില്ല. ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്ററും വൈഫും. ഇങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞ് കിടന്നുറങ്ങുന്നു പാസ്റ്ററുടെ. ഇനി ഇതിന്റെ പുറത്ത് വശത്തേക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു പട്ടിയുണ്ട്. ഇവരുടെ കണ്ട ഒരു പട്ടിയുണ്ട്. 7 അവയവമില്ലാത്ത എന്റെ ഭാര്യയെ കാണാം. മനുവായിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരമാണ്. ഇത് ഒരു മലയാണ്. ഇവിടെ ചെറിയൊരു ഗ്രാമം, ഒരു മലമ്പ്രദേശമാണ്. നോക്കുക, ചുറ്റുപാടും ഉള്ളയിടത്തൊക്കെ ഞങ്ങൾ പോകുന്നു. ഞങ്ങള് ഒരാഴ്ച ഇവിടെ സുവിശേഷ പ്രവർത്തനമായി വന്നിരിക്കുകയാണ്. ഇതാ ഒരു വണ്ടി കിടക്കുന്നു. ഒരു പാട്ടവണ്ടിയാണ്. ഇത് കയറിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഈ വണ്ടി വഴി നിൽക്കത്തില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ്, പാട്ടവണ്ടി എന്ന് പറയാം. ഇങ്ങനെ ഇരിക്കും ഈ പ്രദേശം കണ്ടാൽ. ഇനി ആ പാസ്റ്ററുടെ വീടുകൾ കാണിച്ചു തരാം. ഇതാണ് പാസ്റ്ററുടെ വീട്. ഇവിടെയാണ് ഞങ്ങൾ ഒരാഴ്ച താമസിക്കേണ്ടത്. വെള്ളമൊക്കെ മഴ പെയ്യുമ്പോൾ പിടിച്ചു വെക്കുന്ന വെള്ളമാണ്. വലിയ പീപ്പയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടാൽ നല്ല പേരയ്ക്ക കാണാം. മുട്ടം പേരയ്ക്ക കിടക്കുന്നു. വേറെ ഒന്നും കാണാനില്ല. വാഴയൊക്കെ ഉണ്ട്, പക്ഷെ വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. ഒരു കപ്പളങ്ങ കണ്ടു, തേങ്ങയൊന്നും കണ്ടില്ല. തേങ്ങ ഉണ്ട്. ഇങ്ങനെ ഇരിക്കും. പിന്നെ ഈ വീടിനൊരു പ്രത്യേകതയുള്ളത്, ഈ വീടിന് ബാത്റൂം ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം കട്ടപ്പുക. എന്നാലും ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വീട്ടിലേക്ക് വരുന്ന വഴിയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് നമ്മൾ വരുന്നെന്നുള്ള വഴിയും കൂടെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ്. ഈ വഴിയിലൂടെ ഇറങ്ങി വരണം. നോക്കുക, എൻ്റെ തമ്പുരാനെ ഒന്ന് നടന്ന് കയറാവ്. തെന്നി എൽസി ഒരു പ്രാവശ്യം വീണു, പുറത്തിറങ്ങി തെന്നി വീണു. ഇതാണ് വരുന്ന വഴി. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട് തിരിക്കും. ഇതാ ഇങ്ങനെ അങ്ങോട്ട് പോകും, താഴോട്ട് വീട്. ഇത് ഞങ്ങളുടെ പാസ്റ്ററുടെ മദറിന്റെ വീടാണ് ആ കാണുന്നത്. എങ്ങനെ ഇരിക്കും ഇതിന്റെ കാര്യങ്ങൾ. എന്നാലും ഈ വീടിന് ബാത്റൂം ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എന്നാലും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് പരാതിയില്ല. എവിടെയൊക്കെ ദൈവം എന്നെ അയക്കുമോ ഞാൻ അവിടെയെല്ലാം പോകും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.